മോനെ സുക്കൂറെ, മോൻ പഠിച്ച് വാപ്പാനെ പോലാണോന്നാണ് വാപ്പാന്റെ ആഗ്രഹം. മന്ദബുദ്ധിയാവാൻ ഇക്കാലത്ത് പഠിപ്പും വേണമല്ലേ വാപ്പ? പൊന്നു മോനെ സുക്കൂറെ, കളിച്ച് വാപ്പാനെ നാൾപ്പുറത്ത് കയറി കളിക്കല്ലേ. എടാ, ഞമ്മക്ക് അന്നെ പോലെ വിദ്യാഭ്യാസമല്ല, അത് നേരാ. പക്ഷെ അന്നെക്കാളും വകതിരിവുണ്ട്, ലോക വിവരമുണ്ട്. മനസ്സിലായോ? കണ്ടമാനം പഠിച്ചെന്ന് വെച്ച് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, വകതിരിവ് വേണം. അതാണ് മെയിൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിലൂടെ ഒരു സിംഹം വന്നിരിക്കട്ടെ, എന്ത് ചെയ്യും? നമ്മളോട് രക്ഷപ്പെടും. തെറ്റ്, അനക്ക് വകതിരിവില്ല. എടാ, അങ്ങനെ ആളാടാ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ഓടുന്നതിന് പകരം സിംഹത്തിനോട് പറയണോ നിങ്ങൾ ഓടിക്കോളിന്ന്? അല്ല മോനെ, അഥവാ അങ്ങനെ സിംഹത്തെ കണ്ടാൽ ഉടനെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ വിളിച്ച് വിവരം അറിയിക്കണം. അവര് വന്ന് സിംഹത്തെ പിടിച്ചുണ്ടോ? അപ്പൊ അതുവരെ ഞാൻ സിംഹത്തിന് കാവൽ നിൽക്കണല്ലേ? ബെസ്റ്റ്. ഇതാണ് വകതിരിവ്. ഇതിന് തലതിരിവ് എന്നാ പറയാ. കുറെ ആ കുളത്തിന് നടുക്ക് എന്താണ്ട ഒരു ബോർഡ്, അതിലെന്താണ്ട എഴുതിയത്? എനിക്ക് വായിക്കാൻ പറ്റണില്ല പാപ്പ. എന്നാ പിന്നെ അത് വായിച്ചിട്ട് തന്നെ കാര്യം. എടാ, ഇതൊന്നും പിന്നത്തേക്ക് വെക്കരുത്. എന്താ മുതലയുണ്ട്, സൂക്ഷിക്കണം. പടച്ചോനെ, ചതിച്ചോ മോനെ സുക്കൂറെ, മുതല പാപ്പാനെ രക്ഷിക്കടാ. ഒരു മിനിറ്റ് വാപ്പച്ചേ, ഞമ്മളൊന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കട്ടെ.